ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 11 ശ്ലോകം 7 ത്വദീയഭൃത്യാവധ കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദിതൗ ദൗ സന്ധ്യാസമുത്പാദനകഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ. പിന്നെ നിന്തിരിവടിയുടെ ആ ഭൃത്യന്മാർ കാശ്യപ മഹർഷിയിൽ നിന്ന് ദിതി എന്ന പത്നിയിൽ 2 അസുരവീരന്മാരായി ജനിച്ചു. സന്ധ്യാസമയത്ത് ജനിപ്പിക്കുകയാൽ ക്രൂര സ്വഭാവന്മാരും ഇരട്ടയായി പിറന്നവരുമായ അവർ ലോകത്തിന് വേറെ 2 യമന്മാരെ പോലെ ആയിത്തീർന്നു. ജയവിജയന്മാർ കാശ്യപ മഹർഷിയുടെ പുത്രന്മാരായിട്ടാണ് ജനിച്ചത്. ദക്ഷ പ്രജാപതിയുടെ മകളായ ദിതിയാണ് അമ്മ. സന്ധ്യാസമയത്ത് ഉത്പാദിപ്പിച്ചത് കൊണ്ടാണ് അവർ ക്രൂര സ്വഭാവന്മാരായത്. ഒരു ദിവസം ആദിത്യൻ അസ്തമിക്കുന്ന സമയത്ത് അഗ്നിശാലയിൽ സന്ധ്യാവന്ദനാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭർത്താവായ കാശ്യപനോട് ദിതി കാമപരവശയായി ചെന്ന് പുത്രോത്പാദനത്തിന് അഭ്യർത്ഥിച്ചു. സന്ധ്യാസമയം കഴിയട്ടെ എന്ന് പറഞ്ഞു നോക്കി കാശ്യപൻ. ദിതി കാമാവേശം സഹിക്കാതെ ഭർത്താവിനെ ചെന്ന് പിടികൂടി. ഭാര്യയുടെ നിർബന്ധം കണ്ടപ്പോൾ ദൈവയോഗമാണെന്ന് കരുതി ദിതിയെ തൃപ്തിപ്പെടുത്തി. ഗർഭധാരണ സമയം ചീത്തയായതുകൊണ്ട് പുത്രന്മാർ വളരെ അക്രമികളായി തീർന്നു.